ബീഹാറിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ലീഡ് ഉയർത്തി NDA, തകർന്നടിഞ്ഞ് കോൺഗ്രസ്. മഹോയിൽ തേജ് പ്രതാപ് യാദവ് മുന്നിൽ. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. പ്രസാദ്, വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്, ലീഡ് ഉയർത്തി നിൽക്കുകയാണ് NDA. നിലവിലെ ലീഡൊക്കെ എങ്ങനെയാണ്? NDA തന്നെ തുടരാൻ സാധ്യതയുണ്ടോ? അരുണിമ, NDA തന്നെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വോട്ടെണ്ണലിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ നില എന്ന് പറയുന്നത് NDA 154 സീറ്റുമായി NDA കുതിക്കുകയാണ്. ഈ ഒരു പറഞ്ഞ നിമിഷത്തിൽ തന്നെ 155ലേക്ക് NDAയുടെ ആ ഒരു സീറ്റ് നില എത്തിയിരിക്കുന്നു. തൊട്ടുപുറകെ മഹാഗഠബന്ധൻ 75 സീറ്റുകളുമായി തൊട്ടുപുറകെയുണ്ട് മഹാഗഠബന്ധൻ. അതോടൊപ്പം ഇടയ്ക്ക് ഒരു സമയത്ത് അല്ലെങ്കിൽ വോട്ടെണ്ണൽ ആരംഭിച്ച കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഈ ജൻസൂരജ് പാർട്ടി വലിയ രീതിയിലൊരു മുന്നേറ്റം അവരുടേതായ അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു കന്നി പാർട്ടി, കന്നി അംഗം എന്നുള്ള നിലയ്ക്ക് 5 സീറ്റ് വരെയൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ലീഡ് ഉയർത്തിയിരുന്നെങ്കിലും പക്ഷേ 0 എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു ജൻസൂരജ് പാർട്ടി. പ്രശാന്ത് കിഷോറിൻ്റെ ജൻസൂരജ് പാർട്ടിയുടെ വോട്ട് നില അല്ലെങ്കിൽ സീറ്റ് നില എന്ന് പറയുന്നത് 3ാം സ്ഥാനത്തായിട്ട് ഒരു 3ാം കക്ഷി എന്നുള്ള നിലയ്ക്ക് മറ്റ് മുന്നണികൾ അല്ലെങ്കിൽ ഇതിന് മറ്റ് മുന്നണികളുടെ പേരാണ് അല്ലെങ്കിൽ മറ്റ് മുന്നണികളാണ് ഉയർന്നു നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് 4 സീറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിലവിലെ ആ ഒരു സീറ്റ് നിലയാണ് 155 NDAക്ക് മുന്നിലാണ്. തൊട്ടുപുറകെ മഹാഗഠബന്ധൻ 75 സീറ്റുകളുമായി തൊട്ടുപുറകെ തന്നെയുണ്ട്. അതിൽ നമ്മൾ ഓരോ പാർട്ടിയുടെ സീറ്റ് നില നോക്കുമ്പോൾ ഒറ്റക്കക്ഷിയെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ RJD ആയിരുന്നു ഈ ഒരു ബീഹാർ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ RJD ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നത്. പിന്നീടുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ബീഹാർ നിയമസഭയിലേക്കുള്ള ആ ഒരു അംഗമൊക്കെ നമ്മൾ അതിനുശേഷം കണ്ടതാണ്. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അവിടുത്തെ ചലനങ്ങളും രാഷ്ട്രീയ ചലനങ്ങളും ഒക്കെ തന്നെ കണ്ടതാണ്. ഇത്തവണ അതിനൊരു സാധ്യത കാണില്ല എന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നു. കാരണം ഒറ്റക്കക്ഷിയായി BJP വന്നിരിക്കുന്നു. അപ്പോൾ ഈ NDAയിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ ആ നിതീഷ് കുമാറിൻ്റെ സ്ഥാനത്തോട് കിടപിടിക്കുന്ന തരത്തിലേക്ക് ചില വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ ഒരു നെഗോഷിയേഷൻ, അത്തരത്തിലുള്ള ഒരു ബാർഗെയിനിങ്ങിനൊക്കെ ഒരു സാധ്യത BJPക്ക് തെളിഞ്ഞു വരികയാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളൊരു നിലയിലേക്ക് BJP മാറിയപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. തൊട്ടുപുറകെ BJP 80 സീറ്റുകളാണ് BJPക്കുള്ളത്. തൊട്ടുപുറകെ JDU ആണുള്ളത് 66 സീറ്റുകളോടെ. അതിൽ BJP ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ തവണ 71 സീറ്റുകളായിരുന്നു BJPക്ക് ഒറ്റക്കക്ഷിയായി നിന്ന സമയത്ത് ഏറ്റവും ആ ഒരു ഉണ്ടായിരുന്നത്. പിന്നീടാണ് അത് 2ാം കക്ഷി, അതായത് ഏറ്റവും വലിയ 2ാമത്തെ കക്ഷിയായിരുന്നു അന്ന്. ക്ഷമിക്കണം, RJD ആയിരുന്നു അന്ന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു കഴിഞ്ഞ തവണ 2020. ഇത്തവണ നോക്കുമ്പോൾ അത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ BJPയുടെ NDA പാളയത്തിൽ BJPക്ക് 80 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബീഹാറിൽ തലയെടുപ്പോടെ നിൽക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. NDAയിൽ തന്നെ നിതീഷ് കുമാറിൻ്റെ JDUവിന് 66 സീറ്റുകളുമായി മുന്നോട്ട് പോവുകയാണ്. 2020 നോക്കുമ്പോൾ 42 സീറ്റുകളായിരുന്നു JDUവിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നീക്കങ്ങൾ അന്നൊക്കെ ശക്തമായി തന്നെ ഉണ്ടായി. പിന്നീട് അതിന് പുറമെ നോക്കുകയാണെങ്കിൽ 59 സീറ്റുകളുമായി RJD 3ാം സ്ഥാനത്തായിട്ട് നിൽക്കുകയാണ്. ഇതിൽ എടുത്തു പറയാനുള്ളത് കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ്. ഇനി വരും മണിക്കൂറുകളിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ കിട്ടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാൾ തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പറയണം. കാരണം കോൺഗ്രസിന് ഇത്തവണ ഇപ്പോൾ ഇതുവരെയുള്ള ആ ഒരു സീറ്റ് നില വെച്ച് 11 സീറ്റുകളാണ് കോൺഗ്രസിന് ഉള്ളത്. കഴിഞ്ഞ തവണ 2020 19 സീറ്റുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസിന്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു തകർച്ച നേരിടുകയാണെന്നുള്ളതും കൂടിയാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര തേജസ്വി യാദവും ഒപ്പം ഉണ്ടായിരുന്നു. ബീഹാറിലുടനീളം സഞ്ചരിച്ച് നടത്തിയ ഒരു യാത്ര കൂടിയായിരുന്നു. അതത്രത്തോളം ഫലവത്തായില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കോൺഗ്രസ് മുന്നിൽ നിന്ന് നടത്തിയ ആ വോട്ടർ അധികാർ യാത്ര പിന്തുണയുമായി RJD ഒപ്പമുണ്ടായിരുന്നു, തേജസ്വി യാദവ് ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ അവിടെ പ്രചരണ വിഷയങ്ങളായി ഏറ്റവും അധികം ഉന്നയിക്കപ്പെട്ടത് പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് എന്നുള്ള ചൂണ്ടിക്കാട്ടുന്നതാണ് ഈ ഒരു മാറ്റം, ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. കോൺഗ്രസിന് ഇത്തവണ 11 സീറ്റ് എന്നുള്ളൊരു നിലയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം ഈ ഒരു മണിക്കൂറിൽ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ അത് 19 ആയിരുന്നു. JSP ആദ്യഘട്ടത്തിലൊക്കെ 3 സീറ്റ് 5 സീറ്റ് എന്നുള്ള നിലയിലേക്കൊക്കെ പോയിരുന്നെങ്കിലും
തകർന്നടിച്ചിരിക്കുന്നു ആ ഒരു പാർട്ടി ജൻ സൂരജ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജ് പാർട്ടി എന്നുള്ളത് നമുക്കെന്തായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ ജൻ സൂരജ് പാർട്ടിക്ക് സീറ്റുകൾ ഇനി നേടാനായാൽ അതുറപ്പായും അത് NDA പാളയത്തിലേക്ക് പോകുന്ന സീറ്റായിരിക്കും എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. കാരണം പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ച് പ്രശാന്ത് കിഷോറും ഈ NDA പാളയവുമായും അല്ലെങ്കിൽ BJPയുമായിട്ടൊക്കെയുള്ള മുൻകാല ബന്ധങ്ങളൊക്കെ തന്നെ എടുത്തു സൂചിപ്പിച്ചുകൊണ്ട് പലതരം റിപ്പോർട്ടുകളും അതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും വിശകലനങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെയായി പുറത്തു വന്നതാണ്. അപ്പോൾ ആ വിശകലനങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ JSP ജൻ സൂരജ് പാർട്ടിക്ക് എത്ര സീറ്റുകൾ ജൻ സൂരജ് പാർട്ടി നേടുന്നോ അത് ഏറെക്കുറെ പോകാൻ സാധ്യതയുള്ള പാളയം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയേക്കാൾ അല്ലെങ്കിൽ മഹാഗഠബന്ധൻ സഖ്യത്തേക്കാൾ NDA സഖ്യമായിരിക്കും. അല്ലെങ്കിൽ അതിൽ ജൻ സൂരജ് പാർട്ടിക്ക് സീറ്റ് നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ ആ നേട്ടം മിക്കവാറും NDA സഖ്യത്തിന് കൂടി ആയിരിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ ആ ഒരു സീറ്റ് നിലയ്ക്ക് വീണ്ടും ഒരു മാറ്റം വന്നിരിക്കുന്നു. 158ലേക്ക് NDA എത്തിയിരിക്കുന്നു. വലിയ കുതിപ്പാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 122 കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. 243 സീറ്റുകളാണ് നിയമസഭ സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ 122 കേവല ഭൂരിപക്ഷം. അപ്പോൾ കേവല ഭൂരിപക്ഷം ഏറെ നേരത്തെ തന്നെ BJP കടന്നു അല്ലെങ്കിൽ NDA മുന്നണി കടന്നു എന്നുള്ളതാണ്. അതായത് 160 എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്ന, അവർ അവകാശപ്പെട്ടിരുന്ന ആ ഒരു സീറ്റ് നിലയിലേക്ക് എത്തുകയാണ് NDA മുന്നണി എന്നുള്ളതാണ്. NDA മുന്നണി ആ ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അതോടൊപ്പം RJDയും അല്ലെങ്കിൽ മഹാഗഠബന്ധനും ഇതേ ഒരു സീറ്റ് നില തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, സ്വപ്നം കാണുന്നത്. എന്നാൽ ആ ഒരു സീറ്റ് നിലയിലേക്ക് എത്താൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു മഹാഗഠബന്ധൻ എന്നുള്ളതാണ്. നിലവിലെ നില 72 മറ്റുള്ളവർക്ക് 4 സീറ്റുകളും കൂടിയുണ്ട്. ജൻ സൂരജ് പാർട്ടിക്ക് സീറ്റുകളൊന്നും തന്നെയില്ല. എന്തായാലും മികച്ച രീതിയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. സംസ്ഥാനമൊട്ടാകെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളും നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടു കഴിഞ്ഞു. അതേസമയം തന്നെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ വോട്ട് കൊള്ള ആരോപണത്തിൽ വലിയ ആരോപണം ഉന്നയിച്ചു. അന്ന് തന്നെ പറഞ്ഞു ബീഹാറിൽ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അവിടെയും വോട്ട് കൊള്ള നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഒരു വിവാദം ഉണ്ടാക്കിയതിനു ശേഷമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പം ബീഹാറിലെ ഒരു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഈ ഒരു ആരോപണമൊക്കെ ഉന്നയിച്ച് വോട്ട് പദയാത്രയൊക്കെ നടത്തി. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും കോൺഗ്രസിനെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ബാധിക്കുക? അരുണിമ, പൂർണ്ണമായും ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ വോട്ടർ അധികാർ യാത്ര അത്രത്തോളം ഫലവത്തായില്ല എന്നുള്ളത് തന്നെ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ് കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു കോൺഗ്രസ്സിന് കാര്യമായൊരു മുന്നേറ്റം ബീഹാറിൽ ഉണ്ടാക്കാനായിട്ടില്ല. അതിൽ ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 19 സീറ്റായിരുന്നെങ്കിൽ ഇത്തവണ അത് 11 സീറ്റാണ്. ഒരു 11 സീറ്റിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവർക്കൊരു അവകാശവാദത്തിനെങ്കിലും ഒരു സാധ്യതയുണ്ട് എന്നെങ്കിലും പറയാം. കാരണം ഈ ഒരു വോട്ടർ അധികാർ യാത്ര ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നടത്തിയ ആ ഒരു വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ സംസ്ഥാനങ്ങളിലൊട്ടാകെ സഞ്ചരിച്ച് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച് BJPക്കെതിരെ NDAക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നടത്തിപ്പോന്നിരുന്ന ആ ഒരു വോട്ടർ അധികാർ യാത്ര പിന്തുണയ്ക്കായി RJD നേതാവ് തേജസ്വി യാദവും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വോട്ടർ അധികാർ യാത്ര എങ്ങും കാര്യമായ രീതിയിൽ ജനങ്ങളിൽ അഫക്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ കാണുന്നത്. കാരണം ആ വോട്ടർ അധികാർ യാത്ര മികച്ച രീതിയിൽ അത് ജനങ്ങളിലേക്ക് സ്ട്രൈക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് ഉറപ്പായും കോൺഗ്രസിനും കൂടി ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായേനെ. പക്ഷേ അത് ആയിട്ടില്ല. കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഇതുവരെയും ഈ ഒരു നിമിഷം വരെയും, ഇത് പറഞ്ഞു തീരുന്ന നിമിഷം വരെയും കോൺഗ്രസിൻ്റെ ആ ഒരു സീറ്റ് നിലയിൽ വലിയൊരു പുരോഗതിയില്ല. അതേസമയം ഈ RJD നേതാവ് തേജസ്വി യാദവ് ആദ്യഘട്ടങ്ങളിലൊക്കെ പ്രചരണം ആരംഭിച്ചപ്പോഴും ഈ വോട്ടർ അധികാർ യാത്രയും വോട്ട് ചോരി ആരോപണങ്ങളുമൊക്കെ തന്നെ മുൻനിർത്തിയായിരുന്നു പ്രചരണം ആരംഭിച്ചതെങ്കിലും പിന്നീട് അങ്ങോട്ട് അത് അത്രത്തോളം ഏൽക്കുന്നില്ല ജനങ്ങളിലേക്ക്. അതേസമയം അപ്പുറത്ത് NDA മുന്നണി മികച്ച രീതിയിൽ തങ്ങൾക്കെതിരെ വിമർശനവും ഉയർത്തി തങ്ങൾക്കെതിരെ പ്രചരണം നടത്തി മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ തേജസ്വി യാദവ് തൻ്റെ ആ ഒരു രീതി മാറ്റി അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ എടുത്ത് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ഗ്രാമമേഖലകളിൽ ചില ഭാഗങ്ങളിലൊക്കെ വികസന മുരടിപ്പുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു തേജസ്വി യാദവിൻ്റെ ആ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. അതേസമയം ഇപ്പുറത്ത് NDA മുന്നണി നോക്കുകയാണെങ്കിൽ അവർ നടത്തിയ ആ ഒരു പ്രചരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ JDU നടത്തിയ പ്രചരണം എന്ന് പറയുന്നത് നിതീഷ് കുമാറിൻ്റെ ഭരണം വന്നതിന് ശേഷം, അതായത് അവിടുത്തെ ഒരു പ്രാദേശിക
രീതിയിൽ പ്രാദേശികരോട് ചോദിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പലതരത്തിലും അത്തരത്തിലുള്ള വീഡിയോകൾ അടക്കം കണ്ടതാണ്. കാരണം ചിലവരോട് ചോദിക്കുമ്പോൾ നിതീഷ് കുമാറിന് വലിയൊരു പിന്തുണ നൽകിക്കൊണ്ടുള്ളൊരു മറുപടിയൊക്കെയാണ് ലഭിച്ചത്. മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ അല്ലെങ്കിൽ നഗരമേഖലകളിൽ RJDക്ക് വലിയൊരു മുൻതൂക്കമുണ്ട്. തിരിച്ച് ഗ്രാമമേഖലകളിലേക്ക് വരുമ്പോൾ JDUവിന് അല്ലെങ്കിൽ NDAക്കൊക്കെയാണ് മുന്നേറ്റം കാണുന്നത്, മുന്നേറ്റം ശ്രദ്ധിച്ചത്. അതിൽ അവർ പറയുന്ന അല്ലെങ്കിൽ ആ പ്രദേശവാസികൾ പറയുന്ന ചില കാരണങ്ങൾ എന്നൊക്കെ പറയുന്ന ഇത്തരത്തിൽ മുൻപുണ്ടായിരുന്ന ആ ഒരു ജംഗിൾ രാജും അതോടൊപ്പം ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലല്ലു പ്രസാദ് യാദവ് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിൽ ഈ ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള ജാതി സംവരണവും അതോടൊപ്പം അത്തരത്തിലുള്ള അതർ ബാക്ക്വേർഡ് കാസ്റ്റുകളും OBC വിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ജനറൽ കാറ്റഗറി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറി അവിടെ ഒരു 15% വരുന്നുള്ളൂ. അതർ ബാക്ക്വേർഡ് കാസ്റ്റും അല്ലെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവരെല്ലാവരും കൂടെ ചേർത്ത് അതൊരു 63% 65% ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും തലപ്പൊക്കത്തോടെ നിൽക്കുന്നത് ഈ ഒരു യാദവ വിഭാഗമാണ്. ഈ ഒരു യാദവ വിഭാഗം അതിനുശേഷം ഈ ഒരു ലല്ലു പ്രസാദ് യാദവ് അന്ന് വന്നതിന് ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ യാദവ വിഭാഗം വലിയ രീതിയിൽ ഒരു മേൽക്കോയ്മ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ നിതീഷ് കുമാർ പിന്നീട് അധികാരത്തിലേക്ക് വന്നപ്പോൾ ഇത്തരത്തിലൊരു മേൽക്കോയ്മയ്ക്കൊരു സാധ്യത ഇല്ലാതെയായി. അതോടൊപ്പം വനിതാ വോട്ടർമാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ നിതീഷ് കുമാറിനായി എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് നിതീഷ് കുമാറിൻ്റെ പല പ്രഖ്യാപനങ്ങളും വനിതാ വോട്ടർമാരെ കേന്ദ്രീകരിച്ച് നടത്തിയ പല പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ വനിതകളുടെ ഉന്നമനത്തിനായി നൽകിയിരിക്കുന്ന അത്തരത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളുമൊക്കെ അതൊരു വോട്ടായി തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു നിതീഷ് രാജ് ജംഗിൾ രാജ് നമ്മൾ ഈ ലല്ലു പ്രസാദ് യാദവിൻ്റെ ജംഗിൾ രാജിനെതിരെ പറയുന്ന ഒരു വലിയൊരു വിഭാഗം അവിടെയുണ്ട്. അല്ലെങ്കിൽ ആ കാലത്തെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകൾ പറയുന്ന ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു ജംഗിൾ രാജിന് അവസാനം വന്നത് ഈ ഒരു നിതീഷ് കുമാറിൻ്റെ ഭരണത്തോടെയാണ്. അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വനിതാ വോട്ടർമാരുടെ ഒരു മുന്നേറ്റം കൂടിയുണ്ട്. കാരണം ഇത്തവണ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടെടുപ്പിൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും അധികം പല മണ്ഡലങ്ങളിലും വനിതാ വോട്ടർമാരുടെ എണ്ണം അത്രയധികം കൂടുതലായിരുന്നു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പല മണ്ഡലങ്ങളിലും 80% പോളിംഗ് രേഖപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് NDA മുന്നണി കുതിപ്പിൽ തന്നെയാണ്. തൊട്ടുപുറകെ മഹാഗഠബന്ധൻ സഖ്യവും കൂടിയുണ്ട്. ആ ഒരു സീറ്റ് നില ഈ ഒരു നിമിഷം ആ ഒരു സീറ്റ് നില നോക്കുകയാണെങ്കിൽ അതൊരു ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ ഒരു സീറ്റ് നില 158 ആയിരിക്കുന്നു സീറ്റ് നില. ക്ഷമിക്കണം, 156 156 സീറ്റ് നിലയുമായി NDA മുന്നണി കുതിപ്പ് തുടരുകയാണ്. അതായത് എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോളുകൾ ആവുകയാണ് എന്നുള്ള സൂചനയാണ് ഈ ഒരു നിമിഷം ലഭിക്കുന്നത്. ശരി, വ്യക്തമാണ് കാളിദാസൻ. ബീഹാറിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ലീഡ് ഉയർത്തി NDA മുന്നിൽ തന്നെയുണ്ട്. തകർന്നടിഞ്ഞ് കോൺഗ്രസ്. മഹോയിൽ തേജ് പ്രതാപ് യാദവാണ് മുന്നിലുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രസാദ് കാളിദാസനാണ്.